സന്തോഷി നമസ്തേ. നമസ്തേ നമസ്തേ. സന്തോഷി, നാളെ എല്ലാവരും വർഷത്തിലൊരു ദിവസം ആചരിക്കുന്ന കർക്കിടക വാവ്, കറുത്ത വാവ്. അതെ ഈ നമുക്ക് ഒരു വർഷത്തില് എല്ലാ മാസവും കർത്തവാവുണ്ട്. പക്ഷെ കർക്കിടക മാസത്തിലെ കർത്തവാവിന്റെ പ്രാധാന്യം എന്താണ്? അന്നെല്ലാവരും പിതൃതർപ്പണം നടത്തുന്ന ദിവസമാണെന്നാണ് സങ്കല്പം. എല്ലാ ജനങ്ങളും അത് ചെയ്യാറുണ്ട്. എന്താണ് അതിന്റെ പ്രാധാന്യം? അത് അന്ധവിശ്വാസമായിട്ട് വല്ല ബന്ധമുണ്ടോ, അതോ മതാചാരപ്രകാരമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമാണോ? എന്താണ് ആ കർത്തവാവിന്റെയും ആ പിതൃതർപ്പണം നടത്തുന്നതിന്റെയും പ്രാധാന്യം എന്താണ്? വിശ്വാസമാണോ, ഭക്തിയാണോ, അന്ധവിശ്വാസമാണോ? അതിനെന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ? എന്താണ് ചെയ്യുമ്പോ നമുക്കൊരു മനസ്സിന് ഊർജം കിട്ടണമല്ലോ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും. അങ്ങനെയൊക്കെ അതൊന്ന് രത്നചുരുക്കമായിട്ട് ഒന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. നാളെ നമ്മള് മനുഷ്യരെ എല്ലാവരും പിതൃ നമസ്കാരം ചെയ്യുന്ന സമയമാണ്. പിതൃ നമസ്കാരമാണ് കഴിക്കുന്നത്. പിതൃക്കളെ നമസ്കരിക്കുകയാണ്. ആരാണ് നമ്മുടെ പിതൃസ്ഥാനത്ത്? ജന്തുലോകത്തിന്റെ, മാതൃലോകത്തിന്റെ, മാനവ ലോകത്തിന്റെ പിതൃസ്ഥാനത്ത് സസ്യലോകമാണ്, മഹാവൃക്ഷ പ്രകൃതിയാണ്. ആ മഹാവൃക്ഷ പ്രകൃതിയെയാണ് നമ്മൾ നാളെ നമസ്കരിക്കുന്നത്. അതായത് മഹാവിഷ്ണുവിനെയാണ്. നമുക്ക് ജീവനാംശം തരുന്ന, നമ്മളുടെ എല്ലാ കുണ്ഠിതങ്ങളെയും മാറ്റുന്ന, നമ്മളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം മാറ്റുന്ന, നമുക്ക് സ്വർഗീയതയേകുന്ന, നമുക്ക് ഔഷധിയേകുന്ന, നമുക്ക് ആയുസ്സിനെ, ഭക്ഷണത്തെ, ആരോഗ്യത്തെ സർവ്വതും തരുന്ന ആ സസ്യലോകം, അതാണ് നമ്മുടെ ജീവനാംശം തരുന്ന പിതൃസ്ഥാനത്ത് നിൽക്കുന്നത്. സന്തോഷം, ഒരു സംശയം ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ. ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ പൂർവികർക്ക് അവരെ സ്മരിക്കുന്ന ദിനമായിട്ട് അവരുടെ ഓർമ്മകൾ വരുന്നതിനും, അവർക്ക് ഈ പിതൃക്കളെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണെങ്കിൽ പിതൃവിനെ സംബന്ധിച്ച് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷം 365 ദിവസമാണ്. അപ്പൊ എല്ലാ ദിവസവും പിതൃക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഇവിടെ ഇതിങ്ങനെ പറഞ്ഞു പരത്തി പിതൃലോകത്തിന് വൈഷ്ണവ ലോകത്തിനാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതുമായിട്ട് എങ്ങനെയാണ് ഇത് കണക്ട് ആകുന്നത്? എന്താണ് അതിന്റെ പ്രാധാന്യം? നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ്. ആ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം വീണ്ടും ഈ മണ്ണായി, ജലമായി, വായുവായി, അഗ്നിയായി, ആകാശമായി വേർതിരിഞ്ഞാൽ, ഒരു പിടി ചാരമായി മാറിയാൽ പോലും ആ ജലത്തിന്റെ സ്പർശത്താൽ ആ ചാരം ഈ സസ്യലോകമാണ് വൈകുണ്ഠദേശത്തേക്ക് ആവാഹിക്കുന്നത്. ഈ സസ്യലോകത്തിലേക്ക് ആവാഹിക്കുമ്പോഴാണ് അത് വൈകുണ്ഠലോകം പ്രാപിച്ചു എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഈ ശൈവനിലയത്തിന്റെ മാറിൽ ചാരം കിടന്നാൽ, അത് നനയാതിരുന്നാൽ, അതിൽ ജലത്തിന്റെ, പാർവതിയുടെ സ്പർശമില്ലെങ്കിൽ അത് എത്ര നാള് വേണമെങ്കിലും ഭസ്മമായി തന്നെ കിടക്കും. ചാരം ഒരിക്കലും ഈ ഭൂമി ശരീരമായി ചേർക്കുന്നില്ല, ശരീരമായി മാറുന്നില്ല. ശിവൻ അതിനെ ശരീരത്തിന്റെ ഭാഗമാക്കുകയില്ല. ആ ചാരത്തെ പാർവതിയുടെ സ്പർശത്താൽ, ജലത്തിന്റെ സ്പർശത്താൽ അതിനെ അലിയിപ്പിച്ച് വൈകുണ്ഠ ലോകത്തേക്ക്, അതായത് സസ്യലോകത്തിന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച് ഒരു വർഷം കഴിയുമ്പോ അത് വീണ്ടും മണ്ണായി, ഈ ഇലകളായി, കൊഴിഞ്ഞ് കരികിലകളായി. നമ്മൾ കരികില എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയില്ല കരികില എന്താണ്, ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ കരികില ജീവിച്ച് മരിച്ചു പോയ പിതൃക്കളായിട്ടുള്ള അവര് ഇന്ന് വസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വൃക്ഷലോകത്തിലും ലതകളിലുമാണ്, അല്ലേ? അതെ. ഓരോ കരികില കൊഴിയുമ്പോഴും അത് നമ്മളുടെ പിതൃവിന്റെ ശരീരാംശമായി കാണുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രലോകം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വൈകുണ്ഠ ലോകത്തു നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഓരോ പാത്രങ്ങളും, ഓരോ പത്രങ്ങളും ഈ മണ്ണിലേക്ക് പതിക്കുമ്പോൾ നമ്മളുടെ പിതൃവിന്റെ ശരീരാംശം തന്നെയാണ് ആ മണ്ണിലേക്ക് പതിക്കുന്നത്, ശൈവമായി, മണ്ണായി തന്നെ. അപ്പൊ അതെ, നമ്മളിപ്പോ മൃതദേഹം കുഴിച്ചിടുകയാണെങ്കിൽ തന്നെയും ആ കുഴിച്ചിടുന്ന മൃതദേഹത്തിന്റെ ശരീരാംശത്തെ ഈ വൈകുണ്ഠലോകമാണ്, ഈ സസ്യലോകമാണ് ശരീരത്തിലേക്ക് ആവാഹിച്ച് വീണ്ടും മണ്ണാക്കി മാറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ കർക്കിടക മാസത്തിലെ വാവിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ പ്രക്രിയ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അരിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പൂവോ ചോറോ ഒക്കെയാണല്ലോ നിവേദിച്ച് അല്ലെങ്കിൽ നമ്മൾ തർപ്പണം ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പൊ അത് ഈ വൃക്ഷലോകത്തിനാണ് കൊടുക്കുന്നത്, അല്ലേ? അല്ല, അതിനകത്തേക്കും കുറച്ചും കൂടി വരാനുണ്ട്. ത്രിലോകത്തിലെയും ജീവലോകത്തെ നല്ല ഭക്ഷണത്താൽ ഊട്ടിപ്പെറുക്കുന്ന പ്രക്രിയയാണ്.
പിതൃലോകമായിരിക്കുന്ന സസ്യലോകത്തിന് വേണ്ടി ആ സസ്യലോകത്തിന്റെ വിഘ്നങ്ങളെ കുത്തി അകറ്റുന്ന ത്രിലോകത്തും വസിക്കുന്ന ജന്തുലോകത്തെ ഊട്ടിപ്പിറുക്കി ഈ മഹാവൃക്ഷ പ്രകൃതിയെ നമസ്കരിക്കുന്ന ചടങ്ങാണ്. ആ മഹാവൃക്ഷ പ്രകൃതിയുടെ ഉത്സവകാലം എന്ന് പറയുന്ന കാലം കർക്കടക മാസത്തിലെ കറുത്ത വാവാണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അന്ന് മുതലാണ് വർഷകാല ആരംഭം. കേരളത്തില് വർഷം എന്ന് പറയുന്ന 6 ഋതുക്കളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഋതുവിന്റെ ആരംഭം കർക്കിടക മാസത്തിലെ അമാവാസി മുതലാണ്. നമ്മളുടെ ഋതുഭേദങ്ങളെല്ലാം സംഭവിക്കുന്നത് അമാവാസി മുതലാണ്. ഇപ്പൊ നമ്മൾ സംക്രമ പൂജകൾ മാസാന്ത്യത്തിൽ നടത്തുമ്പോഴും ആരോഹണവും അവരോഹണവും എല്ലാം മാസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഋതുക്കൾ ചേഞ്ച് ആകുന്നത്, ഋതുക്കൾ നമ്മളുടെ ഈ കേരളത്തിൽ സംഭവിക്കുന്നത്, എവിടെയായാലും സംഭവിക്കുന്നത് അമാവാസിക്കാണ്, ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോ കർക്കിടക മാസത്തിലെ കറുത്തവാവിനാണ് വർഷകാലാരംഭം. വർഷകാലാരംഭം എന്ന് പറഞ്ഞാൽ സസ്യലോകത്തിന്റെ ഉത്സവ ദിനമാണ്. മേടം എങ്ങനെയാണ് ജന്തുലോകത്തിന്റെ ഉത്സവ ദിനമാകുന്നത്, അതുപോലെ സസ്യലോകത്തിന്റെ ഉത്സവ ദിനമാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ്. അതായത് കർക്കിടക മാസത്തിൽ കറുത്തവാവിനാണ് ഈ മഹാവൈഷ്ണവ ശക്തിയായിരിക്കുന്ന ഈ ഹരിതലോകം മോഹിനി ഭാവം പൂണ്ട്. അതായത് ചെറിയ വൃക്ഷങ്ങളും ചെടികളും ലതകളുമായി തിങ്ങി നിറഞ്ഞ് ധന്വന്തിരി ഭാവത്തിൽ, മോഹിനി ഭാവത്തില് ഔഷധിയായി നിറയുന്ന ഇടം. നമ്മളുടെ തൊടികളിലേക്ക് ഈ ഔഷധി എത്തുകയാണ്. ഈ മഹാവൈഷ്ണവ ശക്തിയായിരിക്കുന്ന നമ്മളുടെ സ്ഥിതിപാലകനായിരിക്കുന്ന ഈ സസ്യലോകം ധന്വന്തിരി ഭാവത്തിലേക്ക് മാറുന്നു, മഹാമോഹിനി ഭാവത്തിൽ അവതരിക്കുന്നു. നമ്മളുടെ ഏത് രോഗത്തിനും മരുന്നായി ഇലകൾ, ദശപുഷ്പങ്ങളും പത്തിലകളും എല്ലാം മാറുന്നത് അവിടെയാണ്. നമ്മൾ അറിയേണ്ടത് സസ്യലോകം വിഷാംശത്തെ മുഴുവൻ നീക്കുവാനുള്ള ഔഷധിയായിട്ട് മാറുമ്പോൾ ഔഷധ സേവയ്ക്കുള്ളൊക്കെ പ്രാധാന്യം ഏറ്റവും സ്ട്രോങ് ആയിട്ട് തുടങ്ങേണ്ടത് ഈ കർക്കിടക മാസത്തിലെ കറുത്തവാവ് മുതലാണ്. അപ്പൊ നമ്മള് ഇതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കാതെയാണ് നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് നമ്മൾ പിതൃ നമസ്കാരം കഴിപ്പിക്കുന്നത്. ആ പിതൃ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകണം, മാതൃ നമസ്കാരം എന്ന് അവിടെ പറയുന്നില്ല, പിതൃ നമസ്കാരം എന്നാ നമ്മൾ പറയാ. അപ്പൊ ആരാണ് നമ്മളുടെ പിതൃ? നമ്മളുടെ മൂല പിതൃ എന്ന് പറഞ്ഞ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മഹാവൈഷ്ണവ ശക്തിയാണ് നമ്മുടെ മൂല പിതൃ. നമ്മളുടെ പിതാവ് നമ്മളുടെ അച്ഛനാണ്. പക്ഷെ മൂല പിതൃ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജന്തുലോകത്തിന്റെ, ചരിക്കുന്ന എല്ലാ ലോകത്തിന്റെയും മൂല പിതൃ എന്ന് പറഞ്ഞാൽ അചരമായി നിൽക്കുന്ന, ചരിക്കാതെ നിൽക്കുന്ന, നമ്മൾക്ക് വേണ്ടിയിട്ട് സ്വർഗം തീർക്കുന്ന, ജീവനാംശം ഒരുക്കുന്ന ഈ പ്ലാന്റ് ആണ്. ആ പ്ലാന്റിന്റെ പ്ലാനാണ് നമ്മൾ ജന്തുലോകം, ചരിക്കുന്ന ലോകം. ആ ചരിക്കുന്ന ലോകത്തിന്റെ ജ്ഞാനത്താലുള്ള നമസ്കാരമാണ്, ആദരവാണ് ഈ കർക്കിടക മാസത്തിലെ കറുത്തവാവ് മുതലുള്ള ആ ചടങ്ങുകൾ നടക്കുന്നത്. അപ്പൊ കാക്ക മുതല്, അതായത് ഈ സസ്യലോകത്തിന്, വൃക്ഷലോകത്തിന് മൗലിയെ ഏകുന്നത്, സകല മൂല്യങ്ങളെയും ഏകുന്നതിന് കാരണമായിരിക്കുന്ന മൗഗലി എന്ന് പറയുന്നത് അത് കാക്കയാണ്. ആ കാക്കയെ പോലും നമ്മൾ പിതൃസ്ഥാനത്ത് കാണുന്നത് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ്. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ മുഴുവൻ കരയിലെയും ആകാശത്തിലെയും ജലത്തിലെയും എല്ലാ ജീവജാലങ്ങളെയും ഊട്ടിപ്പെറുക്കിക്കൊണ്ട് നമ്മൾ അവർക്ക് നല്ല ഭക്ഷണങ്ങളെ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ സസ്യലോകത്തെ ആദരിക്കുന്നു. അവരുടെ ആ സസ്യലോകത്തിന്റെ ജീവനാംശത്തെ ഔഷധി ഭാവത്തിൽ, ധന്വന്തിരി ഭാവത്തിൽ അവതരിച്ചു നിൽക്കുന്ന ആ മഹാവൈഷ്ണവ ശക്തിയുടെ മുന്നിൽ നമ്മൾ നമസ്കരിച്ച് ആ മഹാമോഹിനിയുടെ കയ്യിലിരിക്കുന്ന ആ അമൃതകുംഭത്തെ സ്വീകരിക്കുന്നു. ഇതാണ് ചടങ്ങ്. അങ്ങ് പറഞ്ഞു മനസ്സിലാവുന്നതേ ഉള്ളൂ. കാരണം പൂർവികരെല്ലാവരും ഈ മണ്ണിലേക്ക് ലയിച്ച് ഈ വൃക്ഷലതാദികൾ ആഗീരണം ചെയ്ത് അത് തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ ശാസ്ത്ര സത്യമാണിത്. ഇതൊരു ബലിതർപ്പണം ചെയ്യുന്നത് ആ മനസ്സിലെ സങ്കല്പം ഈ വൈഷ്ണവ ലോകത്തിന് തന്നെയാണ് സങ്കല്പം വേണ്ടത്, അല്ലേ? നമ്മുടെ ശരീരാംശം ഈ മണ്ണായി കഴിഞ്ഞാൽ, എന്തിന് ഒരു മാലിന്യം മണ്ണിൽ വീണാൽ ആ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പാർവതി ചെയ്യുന്നത് വൈഷ്ണവ ശക്തിയാൽ അത് വൈകുണ്ഠ ലോകത്തിലേക്ക് ആവാഹിക്കുകയാണ്. സസ്യലോകത്തിന് നമ്മൾ മാലിന്യത്തെയാണ് കൊടുക്കുന്നത് മൂല്യത്തെ വാങ്ങിക്കാൻ. നമ്മൾ മാലിന്യത്തെ കൊടുത്തുകൊണ്ടാണ് മൂല്യത്തെ വാങ്ങിക്കുന്നത്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് കൊടുത്തിട്ടാണ് ഓക്സിജനെ വാങ്ങിക്കുന്നത്. നമ്മൾ ശരത്കാലത്തെ കൊടുത്തിട്ടാണ് വസന്തത്തെ വാങ്ങിക്കുന്നത്. നമ്മൾ ജീവനെ കൊടുത്തിട്ടാണ് ജീവനാംശം വാങ്ങിക്കുന്നത്.
നമ്മൾ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ജീവനാംശം വാങ്ങിക്കുന്നത് ജീവനെ കൊടുത്തിട്ടാണ്, പരാഗണം ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ജീവനാംശത്തെ സസ്യലോകത്തിൽ നിന്നും വാങ്ങിക്കുന്നത്. സൗജന്യമായിട്ടാണ് ആ ജീവനാംശം തരുന്നത്. 100% സൗജന്യമായിട്ട്. അതായത് ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാതെ എവിടെ നിന്ന് സൗജന്യം നമുക്ക് കിട്ടുമോ അത് തരുന്നതാണ് ഈ ജെൻ. ഈ ജെല്ല് നാളെ മാത്രമാണ്. ഈ കർത്തവാവ് ദിനത്തിൽ നമ്മളിവിടെ ഊട്ടുന്നത് ഇവിടുത്തെ ജീവജാലങ്ങളെയാണ് ഊട്ടുന്നത്, അല്ലേ? അതെ, അത് നമ്മളുടെ മാതൃ പിതൃ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാരുടെ 7 തലമുറകളിലെ ശരീരാംശത്തെ പേറി നിൽക്കുന്ന, നമ്മളുടെ കാവലായി നിൽക്കുന്ന, നമ്മുടെ കാതലായി നിൽക്കുന്ന, നമ്മൾക്ക് കരുണയാകുന്ന, നമുക്ക് കരുത്താകുന്ന ആ വന്യമായിരിക്കുന്ന ആ വനലോകം തന്നെയാണ് നമ്മുടെ പിതൃസ്ഥാനത്ത്. അത് നമ്മളുടെ പിതൃക്കളുടെ ശരീരാംശം സ്വീകരിച്ചു നിൽക്കുന്ന മഹാവൃക്ഷ പ്രകൃതി തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിൽ നിന്നും പൊഴിയുന്ന ഇലകളിലും നമ്മളുടെ ഓരോ പിതൃക്കളുടെയും, മനുഷ്യരുടെ മാത്രമല്ല മുഴുവൻ ജീവജാലങ്ങളുടെയും ശരീരാംശമുണ്ട്. അത് ഈ മഹിയുടെ മാറിലേക്ക് ഹിമയാൽ പതിക്കുന്നതാകുന്നു. അത് വൈഷ്ണവത്തിന്റെ വൈഭവമാകുന്നു. മണ്ണിനെ മാധവമാക്കുന്നത് മാധവനാകുന്നു. ആ മാധവൻ ഈ ഹരിതലോകമാകുന്നു, ഹരിയാകുന്നു, വിഷ്ണുവാകുന്നു. ആ വിഷ്ണുവിന്റെ അസ്തിത്വത്തിൽ ജനിക്കുന്ന ചരിക്കുന്ന ജീവലോകം മാത്രമാണ് നമ്മൾ എന്ന് അറിഞ്ഞാലും. ഇതൊരു ശാസ്ത്ര സത്യവും ചരിത്ര സത്യവുമാണല്ലോ സന്തോഷ് ജി. തീർച്ചയായിട്ടും നമ്മുടെ തലമുറ ഈ അർത്ഥമാണ്, ഈ സത്യമാണ് മനസ്സിലാക്കി ആ രീതിക്കാണ് മാനസികമായും ശാരീരികമായും ഉന്മേഷവാന്മാരായിട്ട് ഈ പ്രക്രിയ നാളെ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അർത്ഥമറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അത് അനർത്ഥങ്ങൾക്ക് ഇടയില്ലാത്ത രീതിയിൽ ശാസ്ത്ര ചിന്തയിലേക്ക് ലോകത്തെ നയിക്കുവാൻ പ്രാപ്തമാക്കുന്നത്. ഇല്ലെങ്കിൽ അർത്ഥമറിയാതെ ചെയ്യുന്ന, ആർക്കൊക്കെയോ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തുന്ന വെറും ചടങ്ങുകൾ മാത്രമായിരിക്കും. അങ്ങ് ഈ പറഞ്ഞു തന്ന അറിവ് വരും തലമുറയ്ക്ക് വളരെ പ്രചോദനമാവട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയുവാനുള്ളത്. ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരുമെല്ലാം ശാസ്ത്ര ചിന്തയിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും തികഞ്ഞ ശാസ്ത്ര വിഷയങ്ങളുണ്ട്, ശാസ്ത്ര ചിന്തയുണ്ട്. നമ്മളുടെ ദേവസങ്കല്പങ്ങളെല്ലാം, തിയോളജി എന്ന് പറയുന്നതെല്ലാം ശാസ്ത്ര വിഷയമാണ്. ശാസ്ത്രീയത നഷ്ടപ്പെട്ടാൽ അത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. 100% അപ്പോ നടക്കുന്ന പ്രക്രിയ അന്ധവിശ്വാസമല്ല, അനാചാരമല്ല. അതെ, അതിൽ ശാസ്ത്രീയതയിലേക്ക് തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണ് നമ്മുടെ ദൈവം. ആ ദൈവം എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ആ ദേവ ചിന്തയിലാണ് ദിവം എന്ന് പറയുന്ന പ്രതിഭാസത്തിൽ മിന്നിമറയുന്ന 6 ദേവസങ്കല്പങ്ങളെ തിരിച്ചറിയുവാനുള്ള ശേഷി നമുക്കുണ്ടാകുമ്പോൾ ദൈവം എന്നുള്ളതിന് ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തും. ഭാരതം വേദാന്തികളുടെ നാടാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നാന്തരം വർഷകാലം ആശംസിക്കുകയാണ്. ആ വർഷകാലം അറിവിന്റെ നവവർഷം ചെരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. വളരെ നന്ദി. നമസ്തേ.